അതുപോലെ ആലപ്പുഴയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ കുട്ടിക്കാലത്ത് ഒരു ചെറിയ സംഭവം, അതായത് എൻ്റെ മനസ്സിൽ അതൊരു ഒരു ഒരു 4-5 ഏക്കർ വിസ്തൃതിയുള്ള ഒരു 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 സ്ഥലമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സംഗതി 50 സെൻറ്റ് മറ്റേ ഉള്ളൂ. അത് ചുറ്റും മതിൽ, പുറകോട്ടൊരു പുറകിലെ ഒരു കാവുണ്ടായിരുന്നു, സർപ്പക്കാവ്. അപ്പോൾ ആ കാവിൽ അതിൻ്റെ ചുറ്റുമുള്ള മതിലൂടെ ഞാൻ ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഒരിക്കലും അവിടെ ഒരു 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 കിണറുണ്ട്. ആ കിണറിൽ കുറുക്കേ ഒരു 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 പലക ഇട്ടിട്ടുണ്ട്. മൂടിയിട്ടൊന്നുമില്ല, കിണർ വേറെ ഒന്നുമില്ല. അത് പക്ഷേ നമ്മുടെയൊക്കെ കയറാൻ പറ്റുന്ന ഹൈറ്റിലുള്ളൊരു കിണറായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ഒരിക്കൽ ആ കിണറിൻ്റെ ആ നടുക്കുള്ള പാലത്തിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകും. അപ്പോൾ പുറകിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇതിങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാണ്. നടുവിലൂടെ ഇങ്ങനെ അതിൻ്റെ ആ നടുക്കിട്ടിരിക്കുന്ന ആ പലകയിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി അപ്പുറത്തെത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പുറകിൽ നിൽപ്പുണ്ട് അമ്മയൊക്കെ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആ പകുതി എത്തിയപ്പോഴാണ് ഇവർ പുറകിൽ അറപ്പിക്കേണ്ട, പറഞ്ഞാൽ വീഴും, കുളത്തിലേക്ക് വീഴും, ഇതിനകത്തേക്ക് വീഴും, കിണറ്റിലേക്ക് വീഴും എന്നുള്ളതുകൊണ്ട് മിണ്ടിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് ശകാരിച്ചത്. അപ്പോൾ ഈ സംഭവമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അതൊക്കെ വീണ്ടും വീണ്ടും അമ്മ പറയുമ്പോൾ അത് വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട് ഈ സംഭവങ്ങളൊക്കെ. വീണ്ടും ഇത് പറയൂല, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അമ്മ ഇത് അവതരിപ്പിക്കും. അങ്ങനെ അതിൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഇപ്പോഴും ആ ഒരു മ്യൂസിക് ടീച്ചറുണ്ട്, തുളസി ടീച്ചർ എന്ന് പറഞ്ഞ്, ഇപ്പോൾ തൃപ്പൂണിത്തറയിലുണ്ട്. എൻ്റെ അന്ന് പഠിപ്പിച്ചിരുന്ന ശിവശങ്കര പണിക്കർ സാറിൻ്റെ ശിഷ്യയാണ്. ആ തുളസി ടീച്ചർ എന്നെ അമ്പലപ്പുഴയിലായിരുന്നു അവരന്ന് ആദ്യം ഉണ്ടായിരുന്നത്. അവിടുന്ന് എന്നെ എല്ലാ ആഴ്ചയും വന്ന് പാട്ട് പഠിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ എന്താ പറയണ്ട, ഒരു കീർത്തനം, ആദ്യം നമ്മൾ ഒരു ബാലപാഠം സാറിൽ നിന്ന് പഠിച്ചു, ശിവശങ്കര പണിക്കർ സാറിൽ നിന്ന് പഠിച്ചിട്ട് പിന്നീട് അതൊരു കീർത്തനം ആയിട്ട് പഠിക്കുന്നത് തുളസി ടീച്ചറിൻ്റെ അടുത്തു നിന്നാണ്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ടീച്ചറാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്തും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ആ ടീച്ചറിനെ വിളിച്ചിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ഓർമ്മകൾ ഇപ്പോഴും പറഞ്ഞു. ഞാൻ എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിലൊക്കെ ഞാൻ വന്ന് അവിടെ ശ്രീയെ പഠിപ്പിച്ചിരുന്ന കാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നതെന്ന് വളരെ വളരെ ഒരു ഗദ്ഗത കണ്ഠത്തോടു കൂടി ടീച്ചർ ഈ 2-3 ദിവസം മുമ്പ് വിളിച്ചപ്പോഴും പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ സംഗീതപരമായ ഓർമ്മകൾ സത്യം പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നെഗറ്റീവ്സ് ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സംഗീതം കൊണ്ടാണ് എന്താ പറയണ്ട, അതിൻ്റെ പോസിറ്റിവിറ്റി കൊണ്ടാണ് ഈ നെഗറ്റീവ്സിനെയൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയല്ല, മറന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അത് ഒരിക്കലും ഓർക്കാത്ത രീതിയിൽ, വീണ്ടും വീണ്ടും ഓർക്കാത്ത രീതിയിൽ പല പല നെഗറ്റീവ്സും ഇങ്ങനെ മാറിപ്പോവും. ഇത് സംഗീതത്തിൻ്റെ ഒരു കഴിവാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഞാൻ ഇതൊന്നും ഓർക്കാത്തത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ അത്രയും നെഗറ്റീവ്സ് ഓർക്കാത്തത് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, മ്യൂസിക്. ഇതാണ് നമ്മളെ എല്ലാത്തിൽ നിന്നും എന്താ പറയുക, പല തിന്മയിൽ നിന്നും നന്മകൾ മാത്രം ഓർക്കുന്ന, അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ മാത്രം ഓർക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ് സംഗീതത്തെ എൻ്റെ ജീവിതത്തിൽ, അതായത് ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. എൻ്റെ സ്കൂൾ വെക്കേഷൻ ഞാനെപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കാവാലം തന്നെയാണ്. കാവാലത്ത് പോയി എൻ്റെ വല്യച്ഛൻ അവിടെ ഉണ്ട്, അച്ഛൻ്റെ ചേട്ടൻ. ആ കുടുംബത്തിൽ പോയി ഞാൻ അവിടുത്തെ മുകളിലൊരു റൂമുണ്ട്, അവിടെ പോയി നിത്യവും രാവിലെ സംഗീതം സാധകം ചെയ്യുക, അവിടുത്തെ മധുരമായിട്ടുള്ള എന്താ പറയുക മീൻകറി കൂട്ടുക എൻ്റെ വല്യമ്മയുടെ, അതുപോലെ അവിടെ നിൽക്കുന്ന പഴമാങ്ങ കഴിക്കുക. അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഈ പഴമാങ്ങ. അത് 10-50 പഴമാങ്ങ ഇങ്ങനെ ചോറിനോടൊപ്പം ഇങ്ങനെ പിഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ശാപ്പാട്ട് രാമൻ ആയിരുന്നു. അപ്പം അങ്ങനൊരു കാലമൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ സംഗീതത്തിലെ ഒരു പക്ഷേ എന്താ പറയുക, എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ഒരു 15 വയസ്സിലോ 16 വയസ്സിലോ മറ്റോ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യത്തെ ഒരു കൺസേർട്ട് നടത്തിയതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അതൊരു ഒരു വേഗ്, എന്തൊക്കെയാണ് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതൊരു വലിയൊരു എന്താ പറയേണ്ട ഒരു ടെൻഷനുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചാലും. സംഗീതത്തിൽ നമുക്ക് കുട്ടിക്കാലത്ത് ടെൻഷനൊന്നുമില്ല. പക്ഷേ ഏതാണ്ട് ഒരു അറിവായി തുടങ്ങുമ്പോട്ട് നമുക്ക് ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ,
അപ്പോൾ അന്ന് അതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് യൂത്ത് ഫെസ്റ്റിവൽസിലുള്ള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽസിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഉണ്ട് വലിയ ജനാവലിയെ കണ്ടിട്ടുള്ളൊരു ശീലമുണ്ട് ഫൈനൽസിലൊക്കെ. അങ്ങനെ ഒരു ശീലത്തിലാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു ഇവിടെ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു കൺസേർട്ട് ആദ്യമായി ഒന്ന് നടത്താം എന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ. കാരണം അമ്മ നിത്യവും നന്ദ്യാർവട്ട ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന നന്ദ്യാർവട്ട പൂവിൽ അതുകൊണ്ട് ഒരു മാല നിത്യേന സ്വന്തം കെട്ടി അവിടെ ഈ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു തൊഴാനായിട്ട്. അപ്പോൾ ഞാനിത് ഈ നന്ദ്യാർവട്ടപ്പൂ അവിടെ ഇല്ലാത്തപ്പം എൻ്റെ അമ്മാവൻ ശിവശങ്കര പണിക്കറുണ്ട്, അമ്മയുടെ സഹോദരൻ. ശിവശങ്കര പണിക്കരുടെ വൈഫാണ് അന്നത്തെ ലളിത പത്നി രാഗിണിയിലെ ലളിത എന്ന് പറഞ്ഞ ആക്ട്രസ്. അപ്പോൾ അവർ താമസിക്കുന്ന കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവരുടെ അടുത്താണ് ഈ നാടക റിഹേഴ്സലൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ അടുത്തുള്ളൊരു ഹാളിലാണ് നിത്യേന റിഹേഴ്സൽസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ സൈക്കിളും ചവിട്ടി ഇവരുടെ അമ്മാവൻ്റെ വീട്ടിൽ പോയി നന്ദ്യാർവട്ടം പൂവ് പറിച്ച് അമ്മയ്ക്ക് കൊടുത്ത്, അമ്മ അതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ പൂവ് കെട്ടിയിരുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായി കഴിയുമ്പോൾ ആ പൂവ് അതുകൊണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പൂവ് കെട്ടി കൊടുക്കുന്ന, എന്നെ സംഗീതത്തിന് പ്രേരിപ്പിച്ച, നിത്യവും പഠിക്കാൻ അല്ലെങ്കിൽ എണീപ്പിച്ച് എന്നെ ഉറക്കത്തിൽ നിന്ന് രാവിലെ എണീപ്പിച്ച് പാടിപ്പിച്ചിരുന്ന അമ്മ ശാരദാമണി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ, കാരണം ഇതിലും ഈ അമ്മയുടെ നിർബന്ധമില്ലെങ്കിൽ ഞാനിവിടെ എത്തൂല. അമ്മയുടെ ശ്രമം ആണ് ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു ഒരു സത്യമാണ്. എൻ്റെ 10th കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. പ്രീ ഡിഗ്രിയും ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് 74 ലാസ്റ്റ് സെക്കൻഡ് ഇയറിന് ആയപ്പോഴാണ് അച്ഛന് തിരുവനന്തപുരത്തേക്ക്, തിരുവനന്തപുരം ജവഹർ ബാലഭവനിലെ ഒരു പോസ്റ്റ്, അന്ന് സുഗതകുമാരിയാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റിലേക്ക് അച്ഛനെ ഇങ്ങനെ വിളിക്കുകയും അച്ഛൻ അവിടെ വരാനായിട്ട് പിന്നെ എന്താ പറയുക തയ്യാറെടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അവിടെ ആലപ്പുഴയിൽ നമ്മുടെ ഈ പറയുന്ന വീടിൻ്റെ അതൊക്കെ ഡിസ്പോസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ വരാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പം ഞാൻ ആദ്യമേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ അക്കാഡമിക് ഇയർ ആയപ്പോൾ ഞാനിവിടെ MG കോളേജിൽ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛന് പിന്നീട് ആ 75 എനിക്കൊന്ന് സെപ്റ്റംബർ ഒക്ടോബർ ആണ് അവർ ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നത്. ആ സമയത്താണ് വയലാർ രാമവർമ്മ മരിച്ച ദിവസത്തിലാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്. അത് കണ്ടുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയും പിന്നെ ആ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള നാടക പ്രവർത്തനം. അപ്പോൾ ഞങ്ങളോടൊപ്പം വരുന്നത് വേണുചേട്ടനും ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് പറിച്ചു നടുകയാണ്. അതുപോലെ നട്ടുവൻ ഒരു പരമശിവം മാസ്റ്ററുണ്ട്, ഞങ്ങളുടെ ആലപ്പുഴയിലുണ്ടായിരുന്ന ഒരു സുഹൃത്താണ് അച്ഛൻ്റെ. അദ്ദേഹമായിരുന്നു ഇടയ്ക്ക് നൃത്തത്തിനൊക്കെ, ഇപ്പോൾ ഈ ദൈവത്താറിനുമൊക്കെ അദ്ദേഹമായിരുന്നു മറ്റുള്ള ഇതിനൊക്കെ സഹകരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു യാത്ര തിരുവനന്തപുരത്തേക്കുള്ള വേറൊരു തട്ടകത്തിലേക്ക് അതിലേക്കൊരു യാത്രയാണ്. അവിടെ എത്തിപ്പെട്ടത് ബാലഭവനിലേക്ക് ജോലിക്കാണെങ്കിലും അതൊരു 3-4 മാസം കൊണ്ട് അച്ഛനത് ഉപേക്ഷിച്ചു. പിന്നെ നാടകം ആയി. അവിടെയാണ് അവനവൻ കടമ്പ എന്ന നാടകം ആദ്യമായി അവിടെ റിഹേഴ്സൽ തുടങ്ങുകയാണ് ആ വർഷം. ഇപ്പോൾ അവനവൻ കടമ്പയുടെ 51ാം വാർഷികമാണ് 26-ലെത്തുമ്പോൾ. കഴിഞ്ഞ വർഷമായിരുന്നു എൻ്റെ 50 വർഷമായിരുന്നത്. അപ്പോൾ അതൊരു ലാൻഡ്മാർക്ക്, മലയാള നാടക ഇതിൽ ഒരു ലാൻഡ്മാർക്ക് ഒരു സംഭവമാണ് ഈ അവനവൻ കടമ്പ എന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തിരുവനന്തപുരത്ത് ഞങ്ങൾ സെറ്റിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സംഗീതത്തിൽ ഒരു ഗുരുനാഥൻ, നല്ലൊരു ഗുരുനാഥൻ വേണമെന്ന് ആലോചിക്കുകയും. അപ്പം അച്ഛന് സത്യം പറഞ്ഞാൽ ക്ലാസിക്കൽ എന്നോട് താല്പര്യം കുറവാണ്. അച്ഛൻ എപ്പോഴും ഈ തനതായിട്ടുള്ള
കേരള സംഗീതം, സോപാന സംഗീതം എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് എപ്പോഴും മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഈ അഷ്ടപതി ഗാനം, അഷ്ടപതി പാടുക, അല്ലെങ്കിൽ സോപാനത്തിലെ ഈ ബേസിക്കായിട്ടുള്ള സ്തുതിപ്പുകളുണ്ട്, ത്യാണികളെന്നാണ് പറയുക. അതിലൊക്കെയാണ് അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ അത് ഈ ക്ലാസിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള താല്പര്യം കുറയുമെന്ന് അച്ഛനറിയാം. എങ്കിലും ഒരു അവഗാഹം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ ഒരു സാധനം പഠിക്കണമല്ലോ. അതുകൊണ്ട് അച്ഛന് ഒരു ഗുരുവിനെ അങ്ങനെ അന്വേഷിച്ച് ആദ്യം കുറച്ച് നാൾ ഞാൻ മാവേലിക്കര പ്രഭാകരവർമ്മ സാറ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, നമ്മുടെ മ്യൂസിക് കോളേജിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിക്കാൻ പോകും. 1 മണിക്കൂറാണ് ക്ലാസ്. സമയനിഷ്ഠ, സമയബന്ധിതമായ ഒരു ഇതാണ്. 1 മണിക്കൂർ ക്ലാസ്, അത് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് എന്തോ എന്താ പറയണ്ട, ഒരു വർഷം കഴിഞ്ഞു. അപ്പോഴും നമുക്കൊരു പോരായ്മ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. ഇങ്ങനെ പഠിച്ചാൽ സംഗീതം ഇങ്ങനെ വല്ലപ്പോഴും ഒരു ഞായറാഴ്ച 1 മണിക്കൂർ പഠിച്ചാൽ സംഗീതം ഒന്നും ആകില്ല എന്നൊരു ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അച്ഛൻ ബി ശശികുമാർ എന്ന് പറയുന്ന വയലിൻ വിദ്വാൻ, അദ്ദേഹം ആകാശവാണിയിൽ അന്ന് ഒരു പ്രാവശ്യം അച്ഛൻ ആകാശവാണിയിൽ ഒരു റെക്കോർഡിങ്ങിന് എന്തോ പോയപ്പം അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് എൻ്റെ മകനെ ഇങ്ങനെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, വീട്ടിൽ വരട്ടെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനുമായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഉള്ളത്, ശശികുമാർ സാറിൻ്റെ അച്ഛൻ നാഗസ്വര വിദ്വാനായിരുന്നു. അദ്ദേഹത്തിന് പണ്ട് അച്ഛൻ അക്കാഡമി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിന് അന്നിവിടെ ഗ്രാൻഡ് സംഗീതത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് അന്ന് കൊടുത്ത ഒരു പരിചയമുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട് അച്ഛനുമായിട്ട്. അപ്പോൾ അന്ന് അദ്ദേഹം അത് സമ്മതിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അതുമുതലാണ് എൻ്റെ സംഗീത ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്നത്. അത് 80കളിൽ ആദ്യമാണ് അത് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. ആ പഠിത്തം തുടങ്ങിയപ്പോൾ ഞാൻ സംഗീതത്തിൽ അതുവരെ എന്തൊക്കെ പഠിച്ചു അതൊക്കെ അത് തെറ്റാണെന്നുള്ളതല്ല, അതൊക്കെ നമുക്ക് അൺലേൺ ചെയ്യാവുന്നൊരു പ്രോസസ്സുണ്ട്. ആ അൺലേണിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ വേ ഓഫ് സിംഗിങ്, എന്താ പറയുക, അകാരം പാടുന്നത് എങ്ങനെയാണ്, സ്വരങ്ങൾ എങ്ങനെയാണ് പാടുക, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്കൽ കുറേ എലിമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പം നിരവൽ പാടുക, വിസ്തരിക്കുക, രാഗം വിസ്തരിക്കുന്ന, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് എന്താ കരതലാമലകം പോലെ വളരെ ഈസി ആയിട്ട്, അത് പാടുള്ള വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് ഇതൊക്കെ വളരെ ഈസിയാണെന്ന മട്ടിൽ ദിവസേന അഭ്യസിപ്പിക്കുക. നമ്മൾ ആഴ്ചതോറും ഒരിക്കൽ അഭ്യസിപ്പിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ദിവസേന ഒരു 5-5:30-6 മണിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി 11:30-12 മണിയായാലും തീരില്ല. ഞാൻ ഇന്ന് മതി സാർ, നമുക്ക് നാളെ തുടരാം എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് പറയുന്നവരെ സാറ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഒരാളെ പറ്റി കേട്ടിട്ടേയില്ല ഇത്രയധികം. കാരണം ഒരു പൈസ പോലും ഫീസ് മേടിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടുമില്ല, അങ്ങനെ ആൾ കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു 2-3 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. വലിയൊരു നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വ്യക്തിപരമായിട്ട് എന്ത് സംശയവും ചോദിക്കാവുന്ന ഒരു നിറകൂടമായിരുന്നു. അപ്പോൾ അത് പഠിച്ചതിന് ശേഷമാണ് തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തോടൊപ്പം ചില കൺസേർട്ട്സിന് ഞാൻ പോയി തുടങ്ങി. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ എന്താ പറയേണ്ടത്, നിസ്സാരമായ കാര്യമാണ് സ്വരം പാടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കൊണ്ട് ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക ഗ്രൂവിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നു. അത് ഒരിക്കലും ഞാൻ മറക്കാത്തൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചോളം പല വേദികളും ഒരിക്കലും ഞാൻ നമ്മുടെ ആർ ശ്രീകണ്ഠൻ നായരുടെ എന്താ പറയേണ്ട 24 ചാനലിലെ ആർ ശ്രീകണ്ഠൻ നായരുടെ നാടുണ്ട് മേലില എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ അദ്ദേഹം പറഞ്ഞിട്ടൊരു കച്ചേരി നടത്തി.
അപ്പം എന്നോടൊപ്പം വായിക്കുന്നത് മാവേലിക്കര വേലിക്കുട്ടിയാർ സാറും എൻ്റെ ഗുരുനാഥൻ ശശികുമാർ സാറും ഒക്കെയാണ്. കാർത്തികേയൻ ഘടം. അപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് മറ്റേ ഒരു ആ സദസ്സ് മൊത്തം ഇങ്ങനെ മണ്ണ് തുള്ളിയിടാൻ സ്ഥലമില്ല, അത്രയധികം ആ ഉത്സവത്തിന് ആൾക്കാർ വന്ന് കൂടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് സ്ലോ ആയിട്ടുള്ള ഒന്നും പാടാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂട്ടിരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ ടെൻഷനായി. അദ്ദേഹം പറഞ്ഞു എല്ലാം സ്പീഡിൽ പാടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പാടിയതുപോലെ ജീവിതത്തിൽ ഒരിക്കലും പാടിയിട്ടില്ല സ്പീഡിൽ. അന്ന് തുടങ്ങുന്നത് തൊട്ട് അവസാനം 3 മണിക്കൂർ കൺസേർട്ട് എന്ന് പറയുന്നത് വേഗതയിലുള്ള പാട്ടുകളായിരുന്നു എല്ലാം പാടിയിരുന്നത്. അപ്പോൾ അതിപ്പോഴും അത് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ പാടി തീർത്തു എന്നുള്ളത് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അത്ഭുതമായിട്ട് പറഞ്ഞു. അന്ന് വേലിക്കുട്ടിയാർ സാരമൊക്കെ എത്ര നല്ല വാക്കുകളാണ് എന്നോട് പറഞ്ഞതെന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുകയായിരുന്നു. ഞാൻ അന്ന് വളരെ ചെറുപ്പം, ഒരു 28 വയസ്സ് കാണും. അതൊക്കെ അത്തരം യാത്രകൾ, എൻ്റെ ഗുരുനാഥനോടൊപ്പമുള്ള യാത്രകൾ വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് എന്താണ് എക്സ്പീരിയൻസ് തരുന്നത് ഒന്നായിരുന്നു. ഒരിക്കലും ഒരു യാത്രയിൽ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ഒരു യാത്രയിൽ കച്ചേരിക്ക് പോവുകയാണ്. അപ്പം അതിനു മുമ്പ് അവിടെ ഏതാണ് ദേവി, ഏതാണ് അവിടുത്തെ വിഗ്രഹം ഏതാണ്? അപ്പോൾ ശാന്ത സ്വരൂപിണിയായൊരു ദേവിയാണ്. ഉടനെ സാറ് എപ്പോഴും ഈ ഒരു വണ്ടിയുടെ മുമ്പിൽ ഇടത്തെ ഭാഗത്ത് ഇരിക്കുകയുള്ളൂ. ഉടനെ എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഒരു പാട്ട്, ഒരു കീർത്തനം, അതവിടെ മെയിനായിട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതിയെടുത്തു. ഒരു ഏകദേശം ഒരു ഊഹത്തിൽ ഒരു ഈണമൊക്കെ പറഞ്ഞു. ശാന്തം എന്ന് പറയുന്ന ആ തുടക്കം ദ്വിജാവന്തി രാഗത്തിൽ പാടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ശാന്തം ശാന്തം സച്ചിന്മയം ചേതോഹരം നിൻമുഖാരവിന്ദം അപ്രമേയം അവർണ്ണനീയം അംബികേ നിൻ ഭാവം പരമശാന്തം. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 40 വർഷം ആയി. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഇന്നും അതെനിക്ക് പല കൺസേർട്ട്സിൽ ഞാനത് പാടാറുണ്ട്. കാരണം ഇത് അങ്ങനെ വീണ് കിട്ടിയ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു കൃതിയാണ്. അതിൻ്റെ ഒരു ചൈതന്യം, അതിൻ്റെ ഒരു എഫക്റ്റും ഓരോ വേദിയിലും പാടുമ്പോൾ, കാരണം ഈ ദ്വിജാബന്തി എന്ന് പറയുന്ന രാഗം അത്രയധികം അതിനൊരു കേരളീയ ഒരു ഛായയുമുണ്ട്, എന്നാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഛായയുമുണ്ട്. നോർത്തിൽ നിന്ന് കടം കൊണ്ട ഒരു രാഗം കൂടിയാണത്. മുത്തുസ്വാമി ദീക്ഷിതർ എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസർ, അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഈ രാഗത്തിൽ അഖിലാണ്ടേശ്വരി എന്ന് പറയുന്ന കീർത്തനം ഉണ്ടാക്കുന്നതും, അതുപോലെ ഒരു കീർത്തനം കൂടെ ഈ രാഗത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷ്ണനെ പറ്റി. ചേത ശ്രീ ബാലകൃഷ്ണം ഭജേ. ഇങ്ങനെ വളരെ ഡിവൈനായിട്ടുള്ള, വളരെ 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 ഭക്തിദ്യോതകമായിട്ടുള്ളൊരു രാഗമാണിത്. അപ്പോൾ അതിൽ അങ്ങനൊരു കീർത്തനം ഉണ്ടായപ്പോൾ അതൊരു നിധി പോലെ ഞാനത് ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പോൾ അതങ്ങനെയാണ് എൻ്റെ ശശികുമാർ സാറിൻ്റെ ഓടൊപ്പമുള്ള ആ ഒരു ജീവിതം, എന്താ പറയുക, ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് എന്നെക്കാളും ഒരു 10 വയസ്സ് മുതിർന്നതാണ്. എങ്കിൽ പോലും നമ്മൾ ഏജല്ല, ഒരു ആയുസ് ഓളം എന്താ പറയണ്ട, ഒരു അത്രയധികം ഒരു പ്രായത്തിനേക്കാളും കവിഞ്ഞ വിദ്വത്വവും നോളജും ഒക്കെ ഉള്ള ഒരു അതുല്യ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം മെയിൻലി വയലിൻ വാദകനായിരുന്നു. പക്ഷേ പാട്ട് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യം, പാട്ട് പഠിക്കുമ്പോൾ പാട്ടുകാരുടെ അടുത്തല്ല പോകേണ്ടത്, സംഗീതത്തിൻ്റെ മർമ്മം ഇപ്പം വിരലിലൂടെ തൊട്ടറിഞ്ഞ വൈണികനോ, അതായത് വീണ വിദ്വാനോ അല്ലെങ്കിൽ വയലിനിസ്റ്റോ ഒക്കെയാണ്
സംഗീതം വായ്പാട്ട് പഠിപ്പിക്കേണ്ടത് എന്നുള്ള സത്യം ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. കാരണം അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കടന്ന ന്യൂവാൻസസ്, അതിൻ്റെ ഉള്ളിലെ ആ ഒരു ജീവൻ അറിയാവുന്നത് ഇവർക്കാണ്. സംഗീതത്തെ തൊട്ടറിഞ്ഞവരാണ് ഇവർ. അപ്പോൾ അവർ പഠിപ്പിക്കുമ്പോൾ സംഗീതത്തിൻ്റെ വളരെ 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 ഉള്ളിലേക്ക് കിടന്നാണ് അവർ നമുക്ക് ഓരോ പാഠങ്ങൾ വളരെ വളരെ എന്താ പറയുക ഈസി ആയിട്ട് ഓരോ പാഠങ്ങളും ഇട്ട് തരുന്നത്. അപ്പം അങ്ങനെ അത് പറയാനായിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്നവരോടൊപ്പം സാധകം ചെയ്യുന്ന ഒരു രീതി, ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, കൂടുതൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതിന് വേറൊരു തരത്തിലാണ് അതിനെ നമ്മളെ പ്രാക്ടീസിങ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു സന്യാസിയും ശിഷ്യനും, പിന്നെ ഒരു വേശ്യ, വസന്തസേന എന്ന് പറയുന്ന വേശ്യ, അവരുടെ കുറച്ച് 2 തോഴിമാർ, അങ്ങനെ ഉദ്യാനത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. സന്യാസി ഈ ശിഷ്യനെയും കൊണ്ട്, സന്യാസിയായിട്ട് അന്ന് കളിച്ചത് വേണുചേട്ടനാണ്, നെടുമുടി വേണുചേട്ടനും, ശിഷ്യനായിട്ട് നമ്മുടെ ഭരത് ഗോപിചേട്ടനുമാണ്. അത് ആ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഓരോ റിഹേഴ്സലും ഒരു പെർഫോമൻസിന് തുല്യമാണ്. കാരണം അവിടെ ഓരോ റിഹേഴ്സലും വ്യത്യസ്തമായിട്ടാണ് ഗോപിചേട്ടനും വേണുചേട്ടനും കൂടെ അങ്ങനെ ആടി തിമിർക്കുകയായിരുന്നു.